എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സഹാബിയാണ്. നമസ്കാരം കഴിയുമ്പോൾ ഒരു സഹാബി ഇറങ്ങി ഓടുകയാണ്. നമസ്കാരം കഴിയുമ്പോൾ സഅലബ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് ചോദിച്ചു, സഅലബ എന്തിനാ ഇറങ്ങി ഓടുന്നത്? നിനക്ക് ദുആ ചെയ്യാനില്ലേ? നിസ്കാരം കഴിഞ്ഞാ ദുആ ചെയ്താ സ്വീകരിക്കുന്ന സമയമാണല്ലോ, നിനക്ക് റബ്ബിനോടൊന്നും ദുആ ചെയ്യാനില്ലേ? സഅലബ പറയുന്നു, നബിയേ, ഒരുപാട് കാര്യങ്ങൾ ദുആ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഞാൻ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വന്നിട്ട് മടങ്ങി പോകുന്നത് എന്റെ ഭാര്യ കാത്തിരിക്കുകയാണ്. ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രമുണ്ടല്ലോ, ഇത് കൊണ്ടുപോയി എന്റെ ഭാര്യയ്ക്ക് കൊടുത്തിട്ട് വേണം അവൾക്ക് ഇതിട്ടുകൊണ്ട് നിസ്കരിക്കാൻ. നബിയേ, ഞങ്ങൾക്ക് രണ്ടുപേർക്കും നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കാൻ ഈ ഒരു ജോഡി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് ഈ പാവപ്പെട്ട സഹാബി ഭാര്യയ്ക്കും ഭർത്താവിനും നിസ്കരിക്കുന്ന സമയത്ത് ധരിക്കാ ഒരു ജോഡി വസ്ത്രമേ ഉള്ളൂ. ഈ പാവപ്പെട്ടവൻ അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട്, യാ റസൂലല്ലാഹ്, എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ നബിയേ? എനിക്ക് സമ്പത്ത് കിട്ടാ, എനിക്ക് സമ്പത്ത് കിട്ടാ, ദുആ ചെയ്യണേ എന്ന് പ്രവാചകരോട് കരഞ്ഞുകൊണ്ട് പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഅലബ, പണം വേണ്ട സഅലബ, പണം വേണ്ട സഅലബ, നിന്റെ സ്വഭാവം മാറും സഅലബ, നിന്റെ സ്വഭാവം മാറും സഅലബ. സഅലബ അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഞാൻ അങ്ങയുടെ സഹാബിയാണ് നബിയേ, എന്റെ സ്വഭാവം മാറുവോ? മാറില്ല നബിയേ, എനിക്ക് പണം കിട്ടിയാ ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കും നബിയേ. അവസാനം അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കിടന്ന് കരഞ്ഞ് യാചിച്ച് പ്രവാചകൻ ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. അവസാനം പണം കിട്ടിയപ്പോ എന്റെ പ്രിയമുള്ളവരെ, അല്ലാഹുവിനെ മറക്കുകയാണ്. പള്ളിയുടെ മാടപ്രാവെന്ന് സഹാബത്ത് വിളിച്ച സഅലബ അവസാനം കാഫിറിനെ പോലെ ചത്തുപോയെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ പാതിരാത്രി കടന്നു വന്നവരെ, പണം വേണ്ട പൊന്നുമോനെ, പണം വാരിക്കൂട്ടേണ്ട പൊന്നുമോനെ, അതിനോടുള്ള ആർത്തി കളഞ്ഞ മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുറക്കെ പറഞ്ഞുകൊണ്ട് സ്വർഗത്തിന്റെ ചിത്രം കണ്ടുകൊണ്ട് വെള്ളിയാഴ്ച രാവിലെ നിനക്ക് യാത്രയാകാ കഴിയുമെന്ന് പ്രവാചകൻ പഠിച്ചു.